ഞാൻ ഉദ്ഘാടനം ചെയ്തോളൂ മാത്രം പറഞ്ഞിട്ട് പോകാൻ എന്റെ മനസ്സനുവദിക്കാനുണ്ട്. 1-2 മിനിറ്റൊക്കെ സംസാരിക്കാനുള്ള സൗകര്യം ഇല്ലേ, കിട്ടൂലേ? കൂടുതൽ സമയം എടുക്കൂല, അപ്പൊ കവിത ചേർന്നായിരിക്കും. ഇപ്പൊ നമ്മള് പാലാരിവിടെ ഞാൻ പാലാരിന്ന് വരുന്നത് പെട്ടിരുത്തി വഴി നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു 100 ആളെ കണ്ടാൽ അതിൽ 90 പേര് കവികളാണ്. ഇപ്പൊ ഒരിക്കൽ ചങ്ങമ്പുഴ തന്നെ പ്രസ്താവിച്ചായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്, ആ കാലത്ത് 100 ചില്ലുവാനും കവികൾ ഇടപ്പള്ളിയിലുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയും ഇടപ്പള്ളി രാഘവപിള്ളയും മാത്രമേ സാഹിത്യകാരന്മാർ അറിയുന്നുള്ളൂ. അതിന് കാരണം പലരും ഈ അനുകരണമായിട്ട് മറ്റവരെഴുതുന്നുണ്ടോ എഴുതുക, ഇതുകൊണ്ടെന്തെങ്കിലും എഴുതുന്നത് തോന്നാതെ എഴുതണ്ട. കവിതയെ പറ്റി ആരും മതശിക്ഷയ്ക്ക് വിധിക്കൊന്നുമില്ല. കവിത എഴുതുന്ന നിർബന്ധമായിട്ട് കവിത എഴുതാത്തവൻ മനുഷ്യനല്ല, അങ്ങനെ ഒരു പ്രസ്താവനയൊന്നും ആരും നടക്കിയിട്ടില്ല. അപ്പോൾ തനിക്ക് എഴുതണമെന്ന് തോന്നിയാൽ എഴുതാതെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ മാത്രം എഴുതുക. എഴുതി പല പ്രാവശ്യം വായിച്ച് തനിക്ക് ബോധ്യം വന്നാലേ വേറെ ആൾ കാണിക്കാവുള്ളൂ. തനിക്ക് അറിവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കാണിക്കുന്നത് കൊള്ളാം, അല്ലാതെ കൊണ്ട് പരിഹാസനാവുക ചെയ്യുന്നത്. അപ്പോ ഈ കവികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകള് കവികളാണോ എന്ന് നിർണ്ണയിക്കുന്ന കാലമാണ്. അവരല്ല, ആ കാലത്തെ ആളുകളുമല്ല, അവർക്ക് ശേഷം വരുന്ന തലമുറയാണ്. അപ്പൊ കവിത എഴുതുന്നതിന് അല്ലെങ്കിൽ സാഹിത്യ കൃതി രചിക്കുന്നതിന്, കവിത എന്താണെന്ന് പറഞ്ഞുള്ളൂ, ശക്തി, നിപുണത, അഭ്യാസം, ഈ 3 ഘടകങ്ങളാണ് ആചാര്യന്മാര് നിരൂപണ ബുദ്ധിയ പറഞ്ഞിട്ടുള്ളത്. ശക്തി എന്ന് പറയുന്നത് ഈശ്വരൻ കൊടുക്കുന്നതാണ്, തന്നത്തെ ജന്മനാ തന്നെ കിട്ടുന്നതാണ്. അച്ഛനമ്മമാരല്ല, ഈശ്വരൻ കൊടുക്കുന്നതാണ്. ആ ശക്തി ഇല്ലാത്ത ആൾ എത്ര ബുദ്ധിമുട്ടിയാലും പരിഹാസമാവുകയുള്ളൂ. നിപുണത എന്ന് പറയുന്നത് വളരെ കാലത്തെ അഭ്യാസം കൊണ്ടും പ്രയോഗം കൊണ്ടും ഇയാളെ ആർജിക്കുന്ന ഒരു നൈപുണ്യമാണ്. അഭ്യാസം എന്ന് പറയുന്നത് അനേകം പേരുടെ കൃതികൾ വായിക്കുകയും അത് തന്റെ കൃതിയും വെച്ച് താരതമ്യപ്പെടുത്തുകയും തന്റെ കൃതിയിലെ പോരായ്മകൾ തന്നെത്താൻ കണ്ടുപിടിക്കുകയും അത് തിരുത്തിയിട്ട് വേറെ അഭ്യാസ നിപുണനായ ഒരാളെ കാണിക്കുകയും ഒക്കെ ചെയ്ത് അത് കുറെ കൃതി കിട്ടിയിട്ട് അവതരിപ്പിക്കുക. അപ്പൊ അങ്ങനെ വന്നാലേ ആ ആള് കവിയായിട്ട് വളർന്നു വരികയുള്ളൂ. കവികൾ ധാരാളം ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട എന്ന് പറയാൻ കൂടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇക്കാലത്ത് വൃത്തവുമില്ല, ചതുരവുമില്ല, ദീർഘചതുരവുമില്ല, ഒന്നുമില്ലാത്ത രൂപത്തില്, അതായത് 2 ഗദ്യവാചകം എഴുതിയിട്ട് അത് വെട്ടി മുറിച്ചിട്ട് അത് 2-3 അക്ഷരങ്ങൾ 2-3 വാക്കുകൾ നേരത്തെ പിടിച്ച് പറയുക. അതിനെ കുറച്ച് സെക്സ് കുത്തി നിറച്ചാൽ അവർ ഉത്തമ കവിയായി, അത്യാധുനികനായി. അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ടതാണെങ്കിലും സാഹിത്യത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത രൂപത്തിൽ മറ്റുള്ളവരെ വഷളാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രവണത അതിനകത്ത് ചെറുകഥയിലുണ്ട്. ഇപ്പൊ ചെറുകഥ വായിച്ചാൽ ഒരുമാതിരി പ്രബന്ധം വായിക്കുന്ന പോലെ പുതിയ ചെറുകഥകളൊക്കെ എടുത്താലേ, എന്റെ സുഹൃത്തുക്കൾ തന്നെ എഴുതിയ ചില ചെറുകഥ വായിച്ചിട്ട് എങ്ങനെയുണ്ട്, എന്റെ കഥ വായിച്ചോ? വായിച്ചു, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ എങ്ങനെ അയാളുടെ ഇത്രയും നാളത്തെ പരിചയം വെച്ചുകൊണ്ട് ഈ കഥ മോശമാണ്, ഇങ്ങനത്തെ കഥ താൻ എഴുതരുത്, ഇത് ആർക്കും പ്രയോജനമില്ല, തനിക്കും പ്രയോജനമില്ല, ഭാവിയിൽ ഇത് നിലനിൽക്കുകയില്ല, മറ്റുള്ളവരെ ദൂഷിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ തല്ലില്ലെങ്കിലും അയാൾക്ക് നിത്യമായിട്ട് നമ്മളോട് വിരോധം ഉണ്ടാകും. അപ്പൊ കഴിയുന്നതും അവനവനെ തന്നെ ശോധന ചെയ്തിട്ട് അവനവന് തന്നെ ബോധ്യം വന്നിട്ട് വേണം കഥത്തിൽ അവതരിപ്പിക്കാൻ. ഞാനൊക്കെ കവിത അവതരിപ്പിക്കാനുണ്ട്, ഒരു നാണംകെട്ട പരിപാടിയാണ്. കാരണം എന്തറിയാം, നമുക്ക് ലജ്ജയില്ലെങ്കിൽ എന്തും പറയാം. ദർശിക്കരുത്, കവിതയല്ലാത്ത സാധനം കവിതയെന്ന് പറഞ്ഞ് വായിച്ച് ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് മിക്കവാറും കവി സദസ്സുകളിൽ നടക്കുന്നത്. ഇതിനൊരു വിരാമം വരണമെങ്കിൽ ശരിക്ക് മിടുക്കന്മാരായ പ്രഗത്ഭന്മാരായ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക. അതായത് ഞാനിങ്ങനെ ഒരു സാധനം എഴുതിയാൽ കൊള്ളാമോ, കൊള്ളില്ലാന്ന് കീഴ്ക്കണണം, എന്തിനാ സൂക്ഷിച്ചത്? അപ്പൊ അങ്ങനെ തന്നെയെല്ലാം അനേകം പ്രാവശ്യം എഴുതി വെട്ടിത്തിരുത്തി താൻ സ്വന്തം കുഞ്ഞുങ്ങളുടെ സ്നേഹവും ഓരോ ലൈൻസിനോട് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെത്ര ഈറ്റിയാണെന്ന് പറയില്ലല്ലോ. അപ്പൊ നമ്മൾ എഴുതുന്ന കവിതയൊക്കെ നല്ലതാണെന്ന് നമുക്ക് തോന്നരുത്, അതൊരു ചീത്ത സ്വഭാവമാണ്. ഞാൻ എഴുതിയതൊക്കെ നല്ലത്, എന്റെയൊക്കെ നല്ലതാണെന്ന് തോന്നുന്നത്. ആ സ്വഭാവം കൊണ്ടാണ് കവികൾ ഉണ്ടാകുന്നത്.
സാഹിത്യകാരന്മാർ എല്ലാവർക്കും ബാധകൻ. ഞാനിപ്പോ ഇതെല്ലാം തീർന്ന കവിതയാണെന്നല്ലാണ്ട് വായിക്കുന്നത്. ഞാനൊരു കുറ്റക്കാരനാണ്, ശരിയില്ല. ഞാൻ ഇവിടെ നേരത്തെ മത്സരത്തിന് വായിച്ച കവിതയല്ല, ഒരു ചെറിയ കവിത. ഇതങ്ങനെ കവിത എഴുതാനായിട്ട് പർപ്പസ്ലി ആയിട്ട് ഇരുന്ന് എഴുതിയതല്ല. ടി വിയിൽ ഒരു പരിപാടി കണ്ടപ്പോ മഴ പെയ്യുന്നു. രണ്ട് കൊച്ചുകുട്ടികൾ പറഞ്ഞിട്ട് ഇത് മഴയാണല്ലോ, ഇത് എവിടെ നിന്ന് പെയ്യുന്നത്, അയ്യോ ഇതെപ്പോ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇതിനെ ഉത്കണ്ഠ കാണിക്കുന്ന ഒരു രംഗം കാണുകയുണ്ടായി. പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അത് എഴുതിയിരിക്കുന്നു. ഒരു മഴത്തുള്ളിയുടെ ആത്മകഥ കവിതയുടെ. മഴത്തുള്ളി അതിന്റെ ഉത്ഭവത്തെ കുറിച്ചും അതിന്റെ പരിണാമത്തെ കുറിച്ചും അതിന്റെ അവസ്ഥയെ കുറിച്ചും ചിന്തിച്ചാൽ എന്താണ് അതിന്റെ ചിന്തയിൽ വരുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് എഴുതിയതാണ്. എത്ര കവിതയെടുത്ത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിരുപകാരനായ തോമസ് ഫെർണാണ്ടസ് പോലുള്ള ആളുകൾ ഒക്കെ ഇരിക്കുമ്പോ പേടിച്ച് വായിക്കാൻ പറ്റുമോ? അപ്പൊ മേഘങ്ങൾ മറ്റിട്ട വാനത്തും തങ്ങാതെ താഴത്തു വീണ് പരത്തും മഴത്തുള്ളികൾ മൗനമായി ചൊല്ലുകയോ പിടിവിട്ട തള്ളയെ വേർപെട്ട കുഞ്ഞുപോൽ പിടയും നേരം ഓരോ വിധി എന്തു പറയുവാൻ ചിന്തിക്കാൻ പാരാവാരപ്പരപ്പിക്ക നിങ്ങളെ പാഞ്ഞു പറഞ്ഞു കഴിഞ്ഞ നാൾ പോയി മേലോട്ട് ഉയർന്നുപോയി നിനക്കാതൊരു ദിനം താഴേക്ക് പിന്നീട് കുപ്പുകുത്തി തീരെ നിലയാതിരിക്കെത്താൻ അവിചാരിതമായി ആരും ഭ്രമിക്കേണ്ട, വരുവാനുള്ളതൊക്കെ വഴിയേ വരും, അന്നാൾ വരുന്നത് വന്നോട്ടെ, സുഖമായിരിക്കുക, പോംവഴി പോകട്ടെ, നേരെ ഒലിച്ചു ചെന്ന് എങ്ങോട്ട് ചേരുമോ, ഒട്ടക്കുളത്തിലോ തോട്ടിലോ കായൽപ്പരപ്പിലേക്കോ അല്ലെങ്കിൽ കാട്ടാറൻകുട്ടിലോ ആറ്റിനിറമ്പിലേക്കോ, വീണ്ടും അതേപടി ജീവിതചക്രത്തിൽ തിരിയത്ത് എത്തുക കടലിലേക്കോ, അറിയില്ല പലതും, അതല്ല സർവവും പിടികിട്ടാത്ത കാര്യങ്ങൾ അത്രേ പോവിൽ, എല്ലാം അനിശ്ചിതം, പങ്കജീവൻ സൃഷ്ടിച്ച കയ്യിനെ പിടികിട്ടുള്ളൂ, എപ്പോൾ തിരിയണം, എത്ര വേഗത്തിൽ, അത് എത്ര നേരത്തേക്കെന്ന പോലെ ചക്രം തിരിക്കുന്ന കയ്യിനുടമ ആ കാലപ്രവാഹത്തിൽ തേരാളിയായി നീളച്ചരിക്കും പരമാത്മാ ചൈതന്യമകീയം പ്രഭുതൻ പ്രഭുത്വമെല്ലാം രണ്ട് കൈ കുപ്പിയിരിക്കുക മാത്രമേ കരണീയം, നമ്മൾക്കത് എത്രയും കേമത്വം കാട്ടുപോലാകിലും കാലചക്രഭ്രമം കണ്ടു മടുത്തുതൻ കാലം കഴിക്കലേ സർവർക്കും എഴുതാവും. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഈ കമ്മീഷൻ വേണം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.